ഇപ്പൊ ലോകത്ത് അംഗീകാരം കിട്ടി, ഇന്ത്യൻ സിനിമയിലാണ് അംഗീകാരം കിട്ടിയത്. നമ്മുടെ മോഹം അതിമോഹമായിരുന്നില്ല എന്ന് തോന്നുന്നു. കൃത്യമാണ്, ഒരിക്കലല്ല അതിമോഹമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും അത്തരം ഒരു സിനിമകൾ അല്ലെ, മലയാള സിനിമകൾക്ക് അവാർഡുകൾ നിശ്ചയിക്കുമ്പോൾ കൃത്യമായി ഇപ്പം നേരത്തെ ഇന്ദ്രസേട്ടൻ പറഞ്ഞു വെച്ചതുപോലെ എത്തേണ്ട സ്ഥലത്ത് സിനിമ എത്തുകയും എത്തിക്കഴിഞ്ഞാൽ അത് കാണേണ്ടവർ കണ്ടാലേ അവാർഡ് കിട്ടിയുള്ളൂ. അത് കൃത്യമാണ് ഇന്ദ്രസേട്ടൻ. അങ്ങനെ കാണാതെ പോകുന്നുണ്ടോ സിനിമകൾ? അറിയാൻ പറ്റൂല, അവരുടെ എന്താണ് അവരുടെ ഘടനയെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതിനെ കുറിച്ച് നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യണു, അതൊക്കെ നാടകം മത്സരിക്കാൻ പോകും, സിനിമ മത്സരിക്കും പറഞ്ഞാന്നൊക്കെ അല്ലാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല. എന്താണ് ഇവരുടെയൊക്കെ കാര്യങ്ങളെന്ന് നമുക്ക് അറിയില്ല. അല്ല, ഇന്ദ്രസേട്ടൻ ഒരു അവാർഡ് കമ്മിറ്റിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ? ഇല്ല, അതിനുള്ള വിവരം ഇല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളതുമില്ല. കുറച്ചുകൂടെ അറിവുള്ളവരൊക്കെ ചെയ്യേണ്ട കാര്യം. ചേച്ചി അത്തരം വിവരം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് ചേച്ചി? പറയാം. അല്ല, അവർക്കറിയാം വിലയിരുത്തൽ ഭയങ്കരമല്ലേ. വിലയിരുത്തൽ ഭയങ്കരമല്ലേ? അതിന് ആ പറഞ്ഞൊന്ന് വിലയിരുത്തിക്ക ചേച്ചി. അതിനുള്ള ഇതായില്ല, പറ്റില്ല അല്ലേ? വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? നമ്മൾ ഓം സിനിമയിൽ കണ്ട കഥാപാത്രമാണ് വീട്ടില്. അപ്പൊ വീട്ടിൽ നിന്ന് കുറെ പാഠം ഉൾക്കൊണ്ടാണോ ആ സിനിമ കഥാപാത്രമായതെന്ന് തോന്നിയിട്ടുണ്ട്? വീട്ടിലിങ്ങനെ തന്നെ, അതേപോലെ തന്നെ സിനിമയിൽ. എപ്പോഴാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഇന്ദ്രസേട്ടൻ ചേച്ചിയോട്? അത് ചിലപ്പോ ഒരു കാര്യം ഇല്ലാതിരിക്കും ദേഷ്യപ്പെടുന്നത്. ചിലപ്പോ ദേഷ്യം കാണും എന്ന് തോന്നിയ അയ്യോ ഇതിപ്പോ വഴക്കുറയല്ലോ എന്ന് തോന്നുന്ന കാര്യത്തിൽ ചിലപ്പോ വഴക്കുറയത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിനാണ്. ചിലപ്പോ ഒരു കാര്യം കാണൂല, അതിനായിരിക്കും ചൂടാവുന്നത്. അപ്പൊ ചേച്ചി എന്ത് പറയും? മിണ്ടാതിരിക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ബുദ്ധിപരമായിട്ടാണോ നീങ്ങണ? ഇന്ദ്രസേട്ടൻ കേട്ടില്ലേ? അപ്പൊ ഒന്നും മിണ്ടായിരുന്ന ഒരു പ്രശ്നമില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും, പറഞ്ഞിട്ടങ്ങ് മതിയാക്കി പോകും, പറഞ്ഞിട്ടങ്ങ് പൊക്കോളും അല്ലെ? വീട്ടില് സീരിയസ് ആണ്. നമ്മൾ കാണുന്ന ഇന്ദ്രസേട്ടൻ എപ്പോഴും ചിരിച്ച മനസ്സ്, ചിരിച്ച സ്വഭാവം, ആരെയും വെറുപ്പിക്കാറില്ല, ഒരാളെ ചേർത്ത് പിടിക്കാറുള്ളൂ ഇന്ദ്രസേട്ടൻ. ഞങ്ങൾ കാണാറുള്ളൂ. ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഒരു ഫോൺ വിളിച്ചാൽ ജി എന്നും പറഞ്ഞ് സംസാരിക്കാറുള്ളൂ. വീട്ടിലും എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയാണോ കാണുന്നത്? ആവശ്യത്തിനൊക്കെ ദേഷ്യവും കാര്യമൊക്കെ ഉണ്ട്. ഇന്ദ്രസേട്ടൻ ഒരു തയ്യൽക്കാരനായിട്ടാണ് ജീവിതം തുടങ്ങുന്നത് അല്ലെ? ആ സമയത്താണല്ലോ നിങ്ങളുടെ വിവാഹമൊക്കെ, ആ സമയത്താണല്ലോ. ഒരു സിനിമാ നടനാകുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ആ കാലത്ത് ചേച്ചി? അങ്ങനെയല്ല, അങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണെല്ലാം അല്ലെ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്, ഒരു മാറ്റമില്ല. ഒരു കോമഡി കഥാപാത്രത്തിൽ നിന്നും ആളുകളെ ചിരിപ്പിച്ച് രസിപ്പിച്ച് വന്ന ഇന്ദ്രസേട്ടൻ പെട്ടെന്നാണ് സീരിയസ് കഥാപാത്രത്തിലേക്ക് പോയത്. അത്തരം ഒരു കഥാപാത്രത്തിലേക്ക് ചേഞ്ച് ആകുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചു? അങ്ങനെ തോന്നിയില്ല. ശാന്തധർമ്മ സങ്കടത്തില് ശാന്തക്ക് എന്തൊക്കെയോ പറയാൻ പറ്റണമില്ല അല്ലെ? അല്ല, പറയാൻ കേട്ടോ. എന്റെ അടുത്താണ് ഈ പറയാൻ മേലെ ഇന്ദ്രസേട്ടാ. പറയാം, പക്ഷെ അതിന്റെ റൂട്ട് അറിയില്ല. റൂട്ട് അല്ല, ഞാൻ പറഞ്ഞ സീരിയസ് ആണ്. നമ്മളെല്ലാം ഒരിക്കലും ഇന്ദ്രസേട്ടൻ അങ്ങനെ വാക്ക് കിട്ടില്ല. അതാ, വാക്ക് കിട്ടാതെ ഒന്നും ഇല്ലാട്ടോ ഇന്ദ്രസേട്ടൻ. അത് വളച്ചു വിടണ വാക്കൊക്കെ കിട്ടും. അതിന് ഞാൻ ചൂടാക്കി വിടുന്നു. അപ്പൊ പിന്നെ പറഞ്ഞോളൂ അല്ലെ? ഒന്ന് ചൂടാക്കി വിട്ടാലോ നമുക്ക്? അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക. അത്തരം കഥാപാത്രങ്ങളാണോ എപ്പോഴും ചേച്ചി ഇഷ്ടപ്പെടുന്ന? ഒരു ആളുകളെ ചിരിപ്പിക്കുന്ന കഥാപാത്രമാണോ ചേച്ചി ഇഷ്ടപ്പെടുന്നത്? രണ്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിലൊക്കെ സമയം എങ്ങനെ ചെലവഴിക്കും? കൂടുതലും ഷൂട്ടിംഗ് സ്ഥലത്താണല്ലോ ഇന്ദ്രസേട്ടൻ. എനിക്ക് തോന്നുന്നു ഇന്നലെ അവാർഡ് പ്രഖ്യാപനത്തോടു കൂടിയാണ് ചേച്ചി ഇവിടെ വന്നത്. ലൊക്കേഷനിലൊക്കെ അങ്ങനെ പോകാറുണ്ടോ? ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ പോകുമ്പോഴും ചേട്ടൻ തിരക്കിലാണ്, ഇന്ദ്രസേട്ടൻ തിരക്കിലാണ്. ഞാൻ ഇതുപോലെ ചിലപ്പോൾ ലൊക്കേഷനിൽ പോകും, പിന്നെ റൂമിലിരിക്കും. ബോറടിക്കില്ലേ? വായനാശീലമുണ്ടല്ലേ? ഇങ്ങനെ റൂമിലിരിക്കുമ്പോ വായിക്കും, അല്ലാതെ വീട്ടിൽ പോയാൽ വായിക്കണം. എന്ത് കഥകളാണ് ഏറ്റവും ഇഷ്ടം ചേച്ചിക്ക്? ഒരുപാട് ബുക്കുകളുണ്ട്, കളക്ഷൻ ഉണ്ടല്ലോ, അത് എടുത്തോണ്ട് വരും അല്ലേ? ചേട്ടന്റെ കളക്ഷൻ എടുത്തോണ്ട് വരും. ഇന്ദ്രസേട്ട ഇത്തരം ഒരു ഭാര്യയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചേട്ടന് വലിയ ഇഷ്ടമാണ്, പക്ഷെ ചേട്ടന് ഇടയ്ക്ക് ആവശ്യമില്ലാത്തൊരു ചൂടാവും. എന്തിനാണ് ചൂടാകുന്നത്? അത് കൃത്യമായിട്ട് പറഞ്ഞു. എന്തിനാ ആവശ്യമില്ലാതെ ചൂടാവും? ആവശ്യമുള്ളൊരു ചൂടായോ? ആവശ്യമില്ലാത്തതിന് എന്തിനാണ് ചൂടാകുന്നത്? എന്താണ് ആവശ്യമില്ലാതെ തോന്നുന്നത്? ആവശ്യമില്ലാത്ത തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചില മൂടാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ മൂടുണ്ടല്ലോ അല്ലെ? സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യം മതി. ശരിക്കും ചൂടാവും അല്ലേ? മുഖഭാവമൊക്കെ മാറുമല്ലേ? ഈ കാണുന്നത് ചിരിക്കുന്ന ആളെന്നുള്ളതാണ് ശരിക്കും ചൂടാകും കേട്ടോ. അത് ചേച്ചിയുടെ ചിരിയിലുണ്ട്, ഇന്ദ്രസേട്ടന്റെ ചിരിയിലും ഈ കഥകളുണ്ടെന്നുള്ളതാണ് എനിക്ക്. പക്ഷെ അത് പറയില്ല എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയൊന്നും ചൂടാവല്ലോ കേട്ടോ.
കുറ്റം കണ്ടാ ചൂടാണോ? വെറുതെ ചൂടാണ്ടോ? വെറുതെ എന്ന് അറിയാമല്ലോ ചില സമയത്തേ ആ. എന്നെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുക. ചെറുത്ത് പിടിച്ച് കൊണ്ടു നടക്കുക. എന്നെ ഞാൻ സൂക്ഷിച്ചു കൊണ്ടു നടക്കുക. നമ്മളെ സ്വയം സൂക്ഷിച്ചു കൊണ്ടു നടക്കാം. പക്ഷെ ഈ ഇന്ദ്രസേട്ടൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കുടുംബത്തിൽ ഒന്ന് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു അല്ലെ? വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തു വെക്കുന്നു. ഇന്ദ്രസേട്ടൻ എപ്പോഴും ഇനിയൊരു സീരിയസ് കഥാപാത്രത്തിൽ മാറിയിട്ട് നമ്മളെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന മനസ്സുകൾ ഇണങ്ങുന്ന സാധനങ്ങൾ ചെയ്യാൻ ഇനിയും ആഗ്രഹങ്ങളില്ല. അതാണ് ഇഷ്ടം അതാണല്ലേ? ഒരു കുസൃതിയൊക്കെ കാണിക്കാൻ പറ്റുന്നത്. ആളുകൾ പ്രേക്ഷകർ തിയേറ്ററിൽ ചിരിക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിന് കരയുന്ന കാണാൻ ചിരിച്ചോണ്ട് വരും. ദൂരെ കണ്ടാലേ ചിരിച്ചോണ്ട് വരും. മറ്റേ കണ്ടിട്ട് ഇഷ്ടമാവും പെട്ടെന്ന്. സീരിയസ് ക്യാരക്ടർ ചെയ്യുന്ന ആളടുത്ത് പെട്ടെന്ന് അനുകമ്പ അംഗീകാരങ്ങളൊക്കെ വരും. അതെ അതെ തീർച്ചയായും സീരിയസ് ചെയ്യുന്ന. പക്ഷെ പെട്ടെന്ന് കാണുന്ന ഒരു മുഖമൊക്കെ അങ്ങ് മാറും. മറ്റേ അതല്ല, പെട്ടെന്ന് അവരെ മൂഡ് മറന്നിട്ട് ചിരിച്ചിട്ട് വരും നമ്മളെടുത്ത്. ആ ചിരിയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം വേറെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഉടൽ സിനിമയിലേക്ക് നമ്മൾ പോയി. ഉടൽ സിനിമയിലെ ഒരു കഥാപാത്രം ഭയങ്കര ഒരു കഥാപാത്രമാണ്. എനിക്ക് ഇന്ദ്രസേനന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് ഉടൽ സിനിമയുടെ കഥാപാത്രം. മറ്റു കഥാപാത്രം ഓമലൊക്കെ ഒന്നുമല്ല, ഉടൽ കണ്ടപ്പോൾ എനിക്ക് വേറെ ഇന്ദ്രസേട്ടനാണ് കണ്ടത്. അത്തരം ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കണമെങ്കിൽ വലിയ ഭാരമല്ലേ? അത് തീരുന്നത് വരെ അതിൻ്റെ ഒരു ഭാരമുണ്ട്. പറഞ്ഞ ആ ഷൂട്ടിങ് തീരുന്നത് വരെ അത് ഒരൊറ്റ സീനാണ്. ആ സിനിമയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പടം തീരുന്നത് വരെ ആ കഥാപാത്രത്തിൻ്റെ ഒരൊറ്റ മൂടാണ്. ഒരു ശ്വാസഗതിയും കാര്യങ്ങളും ഒക്കെ ഒരുപോലെയാണ്. അപ്പം അതിന് അന്ന് പേക്കപ്പ് ആകുമ്പോഴത്തേക്കും രാവിലെ വരെ കഴിച്ചു കൂട്ടുന്നത് പാടാം എന്ന് പറയുന്ന പോലെ തീരുന്നതിനുള്ളൊരു താളക്രമം. അല്ല, അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ മാനസികമായിട്ട് എങ്ങനെയാണ് അത്തരം സിനിമകൾ? ഭയങ്കര കഴിയുമ്പോൾ ഭയങ്കര സുഖമാണ്. നന്നായി കിട്ടിയാൽ, നന്നായി ചെയ്യുന്ന ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ ഒത്തുവരുമ്പോൾ ഭയങ്കര ഇതാണ്. നമ്മളൊരു ചെറിയ സിനിമ എന്ന രീതിക്ക് തുടങ്ങിയതാണ്. എനിക്ക് ഓർക്കുന്നു, ഞാനന്ന് ഷൂട്ടിങ്ങിൽ അവിടെ വന്നതാണ്. അതാണ് പ്രമേയത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ കാണിക്കുന്ന ദൂരത്തോ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ കിടക്കുന്ന ഹോട്ടലിന്റെ ഇതൊന്നും അല്ലല്ലോ. ജനത്തിനെ സംബന്ധിച്ച് ആ ഫ്രെയിമിൽ കിട്ടുന്ന നിങ്ങൾ എന്ത് പറയുന്നു അത് പറഞ്ഞു വെച്ചു എന്നുള്ളതല്ലേ. തീർച്ചയാണ്. അത്തരം ഒരു മനസ്സാട്ടോ ഇന്ദ്രസേട്ടന്റെ. ഈ പറഞ്ഞതൊരു ഹോട്ടലിൽ അതൊന്നും വിഷയമല്ല. നമ്മൾ ചെയ്തു വെക്കുന്ന കഥാപാത്രം അതിന്റെ ഉള്ളിൽ, ആ ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ അവിടെ വിട്ടുവീഴ്ച ഉണ്ടാവുന്നല്ല. ബാക്കി എന്തിനും ഇന്ദ്രസേട്ടന്റെ വിട്ടുവീഴ്ച ചെയ്യും. അപ്പോൾ നമ്മൾ വിഷമാവും. ഈ ഉടൽ സിനിമ കണ്ടപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നി? ഉടൽ സിനിമ കണ്ടിരുന്നല്ലോ അല്ലെ? അതില് ഇന്ദ്രസേട്ടനെ ദേഷ്യം വരുന്നവരുണ്ടാകാം, പിന്നെ ഇന്ദ്രസേട്ടനോട് സഹതാപം വരുന്നവരുണ്ടാകാം. ആ ഒരു സീനുകൾ കണ്ടപ്പോൾ ചേച്ചിക്ക് മാനസികമായിട്ട് എന്താ തോന്നി? ഇത്രയും ദുഷ്ടത്തരം വേണമായിരുന്നോ എന്നൊക്കെ തോന്നുന്നു. എങ്ങനെ? ഇത്രയും ദുഷ്ടത്തരം വേണമായിരുന്നോ എന്നൊക്കെ തോന്നുന്നു. അത് ചോദിച്ചിരുന്നോ? എങ്ങനെ ചെയ്തു? ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. ലൊക്കേഷൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് അല്ലേ? തൊടുപുഴയിലെ ലൊക്കേഷൻ ആ വീട്ടിൽ പോകുമ്പോൾ തന്നെ, ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഭയമാണ്, ഒരു നിഗൂഢത നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ പെങ്കൊച്ച് ഒരുപാട് തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകും ആരാണെങ്കിലും. ഉറപ്പാണ്. അപ്പൊ അതിനുശേഷം ഈ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനുമായിട്ട് സംസാരിച്ചു? സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം സംസാരിച്ചോ? ഇന്ദ്രസേട്ടൻ എന്താണ് സംസാരിച്ചത്? ഓർത്തെടുത്താൽ പറഞ്ഞോളാം. കാണിച്ചു പറഞ്ഞോളാം. ഇവർക്ക് അറിയാൻ പറ്റുമോ എന്നറിയോ? ഇവർക്ക് ആദ്യം നമ്മൾ ഡയറക്ടർ രതീഷ് അവിടെ വന്ന് കഥ പറഞ്ഞു പോകുമ്പോൾ തന്നെ ഞാനത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അവരറിയാൻ നിൽക്കുവാണ്, അതറിയാം. പിന്നെ ഷൂട്ട് നടക്കുമ്പോഴത്തേ അവിടെയും വന്നിരുന്നത് കണ്ടു. നിങ്ങളൊക്കെ വരുമ്പോ അവിടെ ഉണ്ട്, അന്നുണ്ടല്ലേ? അന്ന് അപ്പോഴുണ്ട്. നികേഷിയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവർക്ക് പിന്നെ അതിന്റെ ലാസ്റ്റ് മാർക്കിടെ അറിയാൻ പറ്റാതെ. ഈ സിനിമ കഥ കേട്ട് കഴിഞ്ഞ് ചേച്ചി എടുത്ത് സംസാരിക്കുമോ? ഞാൻ ഇന്ന സിനിമയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. ഇടയ്ക്ക് പറയും എങ്ങനെ തോന്നി. നമ്മള് പ്രതീക്ഷ പരാജയ തീർത്തു പോകണോ വരെ ക്ഷമിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയും നമ്മളെ. അപ്പൊ ആദ്യം മനസ്സിൽ കോട്ട കെട്ടി വരുന്നത് ചിലപ്പോ തകരുവാണെങ്കിൽ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേ അറിയാം. ഇല്ലേ ഞാൻ പറയാം ഗംഭീര, നമ്മൾ വിചാരിക്കുന്ന തലത്തിന് മുകളിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആസ്വദിക്കും. തീരുന്നത് വരെ നമ്മുടെ ആ സുഖവും അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടും ഒക്കെ അവർക്ക് അറിയാം.
അതുപോലെ ഈ ഹോം അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. വായിക്കുമ്പോൾ കിട്ടും. എന്നിട്ട് ഇത് തന്നെയാണ് അതിന്റെ മുകളിലാണ് എന്നുള്ളത് അവർ ചെയ്യുമ്പോഴാണ് അറിയാം. അവിടെയാണ് ഇപ്പൊ ഈ രഘുനന്ദന്റെ ആയാലും ഇയാളുടെ ആയാലും അല്ലേ തോമസ് നമ്മുടെ ഹോമിന്റെ ഡയറക്ടറൊക്കെ ആയാലും അവരുടെ ഒരു ടീമുണ്ട്. അനിൽ ഡി കുഞ്ഞു അവർ തമ്മിലുള്ള ഒരു കണക്ക് ഭയങ്കര, അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ മുകളിലാണ് അത് കാണുമ്പോഴത്തേക്ക് വായിച്ച ഒന്നുമല്ല എന്ന് തോന്നുന്ന വിധത്തിലേക്ക് സിനിമയുടെ ഭാഷ വളർന്നു. ഇതും അത് തന്നെയാണ്. ഇതിന് മനോജ് പിന്നെ അവരെ കൂടെ ആ സൗകര്യത്തിൽ നിന്നിട്ട് നമ്മളെ ഉറക്കളപ്പിക്കുകയോ ഒന്നും ചെയ്തിപ്പിച്ചിട്ടില്ല. ഈ ഒലിവർ ട്വിസ്റ്റ് എന്നൊരു കഥാപാത്രമാണല്ലോ ഹോമിലെ ഏറ്റവും വലിയ കഥാപാത്രം. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. ഭാര്യയായിട്ട് അഭിനയിച്ച മഞ്ജുപിള്ള നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. ആ സിനിമയിലെ ഭാര്യ ഭർത്താവിന്റെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അത് ചേച്ചി എങ്ങനെയാ വിലയിരുത്തിയത്? നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ്, നമ്മുടെ കുടുംബ ജീവിതമായിട്ട് എങ്ങനെയാണ്? അതുപോലെ അതിനപ്പുറം വരട്ടെ, ഒരു പടി കൂടെ മോളില്ല. അത് പൊളിച്ചെനി ഇഷ്ടപ്പെട്ടു. മറ്റുപിള്ള താഴെയായിരുന്നു അല്ലേ? ചേച്ചിയെ തന്നെ വെച്ചാൽ കേട്ടല്ലോ ചേച്ചി. അസ്ഥാനത്തിൽ കറക്റ്റ് പറയും കേട്ടോ. നല്ല മൂഡിലിരിക്കുകയാണെങ്കിൽ നമുക്ക് വല്ലതും പറയാം, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഇന്ദ്രൻസേട്ടിൽ കണ്ട പോസിറ്റീവ് വശം എന്താണ്? ഏറ്റവും ഒരു പോസിറ്റീവ് എന്താണ്? എന്തെന്ന് പറയണമെന്ന് അതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടും. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി. കുടുംബത്തിലേക്ക് ഇടപെടാനുള്ള എന്താണ് ഒരു പോസിറ്റീവ്? പോസിറ്റീവ് കൂടുതലുണ്ട്. ഒരു പോസിറ്റീവ് എടുത്തു പറയുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്താണ്? ഈ ചൂടാവുന്നതാണോ? ചൂടാവുന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചൂടാവുന്നുള്ളൂ അല്ലേ? ചേച്ചിയിൽ കണ്ട പോസിറ്റീവ് എന്താണ് ഇന്ദ്രൻസേട്ടാ? ചേച്ചിയിൽ കണ്ട പോസിറ്റീവ്? ഈ ശാന്ത പറഞ്ഞ ദേഷ്യപ്പെടല് വളർത്തൂല, അത് വളരാൻ വളം വെച്ച് തരൂല. അവര് അവിടെ കിള്ളിയൊന്നും വേറെ മറുപടി ഒന്നും പറയാണ്ട് അതല്ലെങ്കിൽ ചിലപ്പോ വളരൂലേ. അവരത് തിരിച്ചറിയണ വലിയ കാര്യം. അത് വലിയ പോസിറ്റീവ് ആണ്. വലിയ പോസിറ്റീവ്. ഒറ്റ വാക്കിൽ തീരുവാണ് അവിടെ. പെട്ടെന്ന് അണഞ്ഞു പോകും നമ്മള്. പിന്നെ നമുക്ക് തന്നെ സ്വയം അല്ലേ? അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്താണ്? ഇതുവരെ അങ്ങനെയൊന്നുമില്ല നെഗറ്റീവായിട്ട്. ഇതുവരെ അങ്ങനെയൊന്നുമില്ല. അതാണ് നിങ്ങൾ ഇങ്ങനെ ഇണക്കത്തിലും പിണക്കത്തിലും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നമുക്ക് നമ്മളാണ് വലുതെന്ന് കണക്ക് കൂട്ടിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? നമ്മുടെ കാര്യം നമ്മുടെ എല്ലാം ഉണ്ട്. എല്ലാ നല്ലതും ചീത്തയും ഒക്കെ നമ്മളിലുണ്ട്. നമ്മൾ അതിനെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. ചേച്ചി പുറത്തൊക്കെ പോകുമ്പം ചേച്ചിയുടെ സുഹൃത്തുക്കളായ കൂട്ടുകാരികളായ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ആയ ഇന്ദ്രൻസേട്ട നമ്മുടെ ഒരു പരിപാടിക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആവശ്യപ്പെടാറുണ്ടോ? പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ആവശ്യപ്പെടാറുണ്ടല്ലേ? അപ്പം അവരെ കറക്റ്റ് ഇന്ദ്രൻസേട്ട ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് കൊണ്ടുപോകും. കൃത്യമായിട്ട് പറയും. ഇന്ദ്രൻസേട്ട ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ ചേച്ചിയുടെ ഫോണൊക്കെ ഇന്ന് കണ്ടു. ചേച്ചിയുടെ ഫോണൊക്കെ ഇന്ദ്രൻസേട്ടൻ പറഞ്ഞ തോണ്ടണ ഫോണാണ്. ഇന്ദ്രൻസേട്ടൻ പറഞ്ഞ വാക്കട്ടെ തോണ്ടണ ഫോൺ. ഇന്ദ്രൻസേട്ടൻ കൃത്യമായിട്ട് ആ ഫോൺ ഒഴിവാക്കണതിന്റെ അജണ്ട എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഫോൺ വേണ്ട എന്ന് വെച്ചാൽ അല്ല ഇന്ദ്രൻസേട്ടൻ ഒത്തിരി ചേച്ചി പറയണം. മാറ്റിയോ? എന്തുകൊണ്ടെന്ന് മെനിയാന്ന് മോൻ കൊണ്ട് മറ്റേ 2 ഫോൺ പെട്ടെന്ന് നമ്പറും എല്ലാം പോയി വീണ അതിന്റെ പോയി നമ്പർ. അപ്പൊ ഇനി വേറെ അവര് പറയണ ഇതേപോലത്തെ ഐപാഡിലപ്പം വായിക്കാൻ കിട്ടണില്ല. മറ്റേ നമ്പർ കുത്തണത് അതില് ഇത്ര നമ്പർ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇത് തുടങ്ങി പഠിച്ചില്ലെങ്കിൽ ഇനി ഇതിപ്പോ നിർത്തിക്കളയുന്ന പറഞ്ഞ് മെനിയാന്ന് മോനിൽ ഫോൺ കൊണ്ടുവന്നു. അത് പഠിച്ചു വരുന്നത് വേറെ നമ്പറൊക്കെ വേണതിന് മുമ്പാണ് അവാർഡ്. ആരൊക്കെയോ വിളിച്ചു എടുക്കാനും പറ്റില്ല. ഞാൻ രണ്ടാമത് ഇവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോ മോനാ എടുത്ത് എന്റെ ഫോൺ. ആദ്യത്തെ ഫോണ് ഇന്ദ്രൻസേട്ടൻ എടുത്തു. ആദ്യം ഞാൻ ഇത് റെഡി ആയി ഇരുന്നോളാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനായിരിക്കും ആദ്യം വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് അവൻ തന്നെ എടുത്തത്. മറ്റേ ഫോണെ എനിക്ക് എവിടെയെങ്കിലൊക്കെ ചെറിയ മടിയിലൊക്കെ വെച്ചായിരിക്കും ശല്യം ഇല്ലാത്തതല്ലേ. ഇത് അമ്മിക്കൊല്ലുപോലെ കൊറേ സംഭവം എന്റെ എത്ര പ്രാവശ്യം വീഴുമെന്നറിയോ ഈ ഫോണാ. മറ്റേ കുഞ്ഞു തന്നെ അത് തെരഞ്ഞു തന്നെ പെട്ടെന്ന് കാലുകൊണ്ട് ഇങ്ങനെ ചെറുത്ത് നിർത്തി പിടിക്കാം. പിടിക്കാൻ പറ്റുമോ?
അപ്പൊ ആ ഫോൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണ് പഠിപ്പിക്കണത്? അയ്യോ, എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് എന്റെ ഫോണേ അറിയൂ. ഒറ്റ ഫോൺ മാറി ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. മാറി ഉപയോഗിക്കാൻ ചേട്ടൻ എന്നെ കൊണ്ട് അപ്പൊ ഇനിയിപ്പോ ഈ എല്ലാരും പ്രഷർ അറിഞ്ഞുകൊണ്ടോ ഇന്ദ്രസേട്ടന് മറ്റേ ഫോൺ മറ്റേലോട്ട് കയറി ആ ഫോണൊക്കെ വന്നിട്ട് എന്നും പറഞ്ഞ് നിങ്ങള് വീഡിയോ എടുത്ത് പറഞ്ഞ് വിളിച്ചേക്കല്ലോ, അതും കൂടെ പറഞ്ഞു പോരെ. അതൊക്കെയാലും ഏറ്റവും അല്ല, എന്നാലും വാട്സപ്പ് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഈ സാധാ ഫോണിന്റെ പണി മാത്രം, ഫോൺ വിളിക്കൽ മാത്രം, വാട്സാപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് വേണ്ട എന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. അതിലൊരു സമയം കളയേണ്ട കാര്യമില്ല. ഇവരൊക്കെ കഴിച്ച് പണി കൊടുക്കുകയും ചെയ്യാം, കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു തരുമല്ലോ, ഇവര് തന്നെ അന്വേഷിച്ച് വരും. ഈ ഡെയിലി ഷൂട്ടിങ്ങിന് പല സ്ഥലത്ത് പോകുമ്പോഴും ഡെയിലി അപ്ഡേഷൻ ഇല്ലേ വീടുമായിട്ട്, ഡെയിലി അപ്ഡേഷൻ ഫോൺ കോളുമായിട്ട് അത് രാവിലെ തന്നെ രാവിലെ വിളിക്കുക, നമ്മുടെ സമയം റെഡിയാവുന്ന സമയമാകുമ്പോൾ അവർ വിളിക്കുകയോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് വിളിക്കുകയോ ഒക്കെ ചെയ്യും. രാത്രി നമ്മള് വീട്ടുകാരാലോചിച്ചുള്ള വിവാഹമല്ലേ, വീട്ടുകാരാലോചിച്ചുള്ള വിവാഹമാണല്ലോ. അപ്പൊ ഇന്ദ്രസേട്ടൻ്റെ ഒരു തയ്യൽക്കാരനാണ് അല്ലെ, സിനിമയിലെ തന്നെ തയ്യൽക്കാരനാണ്. അപ്പം എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്? കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്? എണ്ണ ഇല്ലേ? എണ്ണ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും കഴിക്കില്ല, വെറുതെ ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് കഴിക്കുള്ളൂ. അല്ല, അങ്ങനെ നമ്മളെ ഇഷ്ടമൊന്നും നോക്കാറില്ല, അവര് പറയണ്ട് പോകുന്നു, ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തന്നെ അറിയാവുന്നുള്ളതുകൊണ്ട് വെറുതെ ഒരു ബാധ്യത തോന്നൂല. അതുകൊണ്ട് പിന്നെ ഒരു ബിസ്ക്കറ്റ് പോലും എടുക്കാതിരിക്കും. ബിസ്ക്കറ്റ് പോലും എടുക്കാതെ. ഇവിടെ പോയപ്പോഴാണ് ബിസ്ക്കറ്റ് എടുത്തത്. ഇവിടെ പോയപ്പോഴത്തേക്കും ബിസ്ക്കറ്റേ ഇല്ലായിരുന്നു. എന്തോ ബിസ്ക്കറ്റ് കൊടുത്തില്ല അവള്, ചായ കൊടുത്തു. ചായ മൊത്തം കുടിച്ച ഓർക്കമുണ്ടോ? ഞാൻ ചുമ്മാ വെച്ചോണ്ടിരുന്നുള്ളൂ അല്ലെ. പക്ഷെ അവിടെ പോയി കണ്ട് ഇന്നും ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ അവരെന്നെയും കണ്ടില്ല, ഞാൻ അവരെയും കണ്ടില്ല. എന്തെങ്കിലും ഒന്ന് നടന്നു പോട്ടെ രണ്ട് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മരുമോളാന്ന് അമ്മ കണ്ടത്. അതാണ് അമ്മയും ചേച്ചിയും നല്ല മരുമോളാണ്, എന്റെ വീട്ടിലേക്ക് കയറാം ഐശ്വര്യമുള്ള മരുമോളാന്ന് അമ്മ കണ്ടെത്തി. അത് തന്നെയാണ്. അതാണ് ഇന്ദ്രസേട്ടനും ഇഷ്ടത്തിലേക്ക് പോയി, നിങ്ങൾ വിവാഹം ചെയ്തു, സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് 2 മക്കൾ അല്ലെ, 2 മക്കൾ. മക്കൾ ഇപ്പൊ എങ്ങനെയാണ്? അച്ഛന്റെ ഓരോ അവാർഡുകൾ കിട്ടുമ്പോൾ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? മക്കൾക്ക് അന്ന് സംസ്ഥാന അവാർഡ് കിട്ടാവുന്നപ്പോൾ ദുഃഖം തോന്നിയിരുന്നു. അമ്മയോട് വല്ലതും പറഞ്ഞിരുന്നു? അച്ഛനോട് അങ്ങനെ പറഞ്ഞില്ല, അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒന്നും പറഞ്ഞില്ല. മോനും മോളൊക്കെ നല്ല സ്റ്റഡി ചെയ്യുന്ന ആളുകളാണ്, അപ്പൊ അതേക്കുറിച്ച് ഒന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല, ചോദിച്ചുമില്ല. ഈ നിലവിലെ സാഹചര്യത്തിൽ കുറെ സിനിമകൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ കുറെ സിനിമകൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് ഒരു മടുപ്പ് എന്നില്ല. ഇന്ദ്രസേട്ടന്റെ ജീവിതത്തിൽ മടുപ്പ് എന്നില്ല. നമ്മൾ പിന്നെയും കഥാപാത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെയാണല്ലോ നമ്മുടെ യാത്ര. ഇന്ദ്രസേട്ടൻ ചെയ്യണമെന്ന് തോന്നി വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ബാക്കി കുറെ കാണും. ഒത്തിരി സിനിമകൾ കണ്ടുപോകുന്ന ആളെ, അങ്ങനെ ഒരു കഥാപാത്രം എന്തായിരിക്കും ഇന്ദ്രസേട്ടന്റെ മനസ്സിലുള്ളത്? അങ്ങനെ പറയാനില്ല. നമ്മള് ഒരു നല്ല വലിയ അഭിപ്രായം ഒരുപാട് പറയുന്ന സിനിമ കാണുമ്പോൾ അതിൽ ഏറ്റവും മുന്തിയത് എന്തെന്ന് അത് നമ്മൾക്ക് തന്നെ കിട്ടിയെങ്കിലും കൊതി തോന്നും. അതൊരു പുസ്തകമായാലും ജീവിതത്തിൽ തന്നെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ട്, അയാൾ ഭയങ്കര ഇതാണ്, നല്ല കക്ഷിയ, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ശക്തനായിരുന്നു, എല്ലാം നല്ല രീതിക്കാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട എന്തിനെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയതാണെന്ന് തോന്നും. അങ്ങനെയുള്ളൂ. അതിൽ ദുഷ്ടനാണെന്നോ നന്മയുള്ള കഥാപാത്രമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ചേഞ്ച് ആയിരിക്കും, ഒരു വ്യത്യാസമുള്ള ഒരു വ്യക്തി. ഇപ്പൊ കഥകൾ സെലക്ട് ചെയ്യാറുണ്ടോ? കഥകൾ പണ്ടത്തും ഇന്ദ്രസേട്ടൻ കഥകൾ സെലക്ട് ചെയ്യാറില്ല, ഇപ്പോഴും എങ്ങനെയാണ്? അങ്ങനെ സെലക്ട് ചെയ്യാനില്ല. ചില കൂട്ടുകാർ വരുന്നില്ലേ, വരുമ്പോഴത്തേക്ക് ഒരുവിധം കൊള്ളാമെങ്കിൽ ഞാൻ അവരോട് സഹകരിക്കും, ഇല്ലെങ്കിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കിട്ടാതെ പോയ കഥാപാത്രമുണ്ടോ? ഇന്ദ്രസേട്ടൻ ഡേറ്റ് മാറിപ്പോയിട്ട് ഞാനായിരുന്നു ചെയ്യേണ്ട സിനിമ, എന്നോട് പറഞ്ഞ കഥ പക്ഷെ എന്റെ ഡേറ്റ് കാരണം മാറിപ്പോയി, അത്തരം സിനിമകൾ പിന്നീട് കാണുമ്പോൾ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വേറൊരു തലത്തിൽ വിജയിക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് ആയിരുന്നുവെങ്കിൽ അത്രയും ചർച്ച വരില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മാറ്റമൊക്കെ, ഒരു ചില നിയോഗം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഏതൊരു പടത്തിലൊക്കെ ഒരു റാഫി മക്കറിന്റെ ഏതോ പടം ഞാനൊരു ഗൾഫ് ആദ്യമായിട്ട് കൊതിച്ച് പോണതാണ്. അത് കാരണം ആ ക്യാരക്ടർ അതൊരു ഗശുപട്ടണോ അത് പിന്നെ സലീം കുമാർ അങ്ങനെ ക്യാരക്ടർ മാറിയാണ്. അത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്യാനുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ഇതായി, സലീമിനൊക്കെ ഭയങ്കര അഭിപ്രായം വന്ന സിനിമയാണ്. പക്ഷെ അത് നേരെ തിരിച്ച് ഞാനായിരുന്നെങ്കിൽ ഞാനപ്പോഴും ഏതാണ്ട് നല്ല ഒരുപാട് ചർച്ച ചെയ്യുന്ന കോമഡി സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കിട്ടില്ല.
അതിനൊരു പുതുമ വന്നത് വേറൊരാൾ മാറി ചെയ്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ചിന്തിച്ചിട്ടില്ലേ? തിരിച്ച് ചിലത് ഞാനായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഇതിന്റെ ഒരു പേരിൽ ഭാഗമാകമായിരുന്നു. അതായത് ചില നല്ല സിനിമകൾ അല്ലെങ്കിൽ അല്ലാത്ത സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നാം. ചില സിനിമകളിലൊക്കെ ചില ക്യാരക്ടർ പരാജയപ്പെടുന്ന നമ്മൾ കാണാം. എന്നാൽ ഉയരാനുള്ള തലത്തിലാണ് അത് ക്യാരക്ടറെങ്കിൽ നമുക്കറിയാം, അയ്യോ അത് അങ്ങനെയല്ലായിരുന്നു, ഗംഭീരമാക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അങ്ങനെയാ. അങ്ങനെ തോന്നാറുണ്ടല്ലേ? ഈ സിനിമയുടെ കഥകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ടോ? മക്കളുടെ അടുത്ത് പറയാറുണ്ടോ? മക്കൾ ഇതാണ് വിഷയം, അല്ലെങ്കിൽ അത് ഇതുപോലെയല്ലേ. അപ്പൊ അവര് ആ കഥയും അപ്പോഴിറങ്ങിയ സിനിമകൾ കൂടുതൽ കാണുന്ന കുട്ടികളല്ലേ. അപ്പൊ അവര് പറയും അത് ആ സിനിമ അങ്ങനത്തെയാണ്, ഈ സിനിമ ഇങ്ങനത്തെ, ഈ കഥയായിട്ട് അതിന് ബന്ധമുണ്ട്, അതങ്ങനെയാണ് എന്നൊക്കെ പറയും. അത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യം.